പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, അതായത് കോഡ് എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എറേഴ്സ് വരുന്നത്. എറേഴ്സ് എന്തായാലും വരും. അപ്പോൾ ഈ എറേഴ്സിനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. കമ്പൈൽ ടൈം എററും ഉണ്ട്, റൺ ടൈം എററും ഉണ്ട്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന രണ്ട് എറേഴ്സ് ആണ് ലോജിക്കൽ എററും സിന്റാക്സ് എററും. സിന്റാക്സ് എറർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും അല്ലേ, ഒരു കോഡ് എങ്ങനെ എഴുതണം, ഒരു ലൂപ്പ് എങ്ങനെ എഴുതണം എന്നുള്ള ഒരു റൂൾസ് ഉണ്ടാക്കും. അത് ഏതെങ്കിലും ഇപ്പൊ നമ്മൾ മറന്നുപോയി, കുത്തിടാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഒരു കോളൻ മറന്നു, ബ്രാക്കറ്റ് മറന്നുപോയി, ഇങ്ങനത്തെ കേസസ് വരുമ്പോഴാണ് നമുക്ക് സിന്റാക്സ് എറർ വരിക. നമുക്ക് ടെർമിനലിൽ റൺ ചെയ്യുമ്പോൾ കാണാം സിന്റാക്സ് എറർ. ഇനി ലോജിക്കൽ എറർ വന്നേക്കാം. അതായത് ഇപ്പൊ രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ എഴുതി, നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് അതിനെ സബ്സ്ട്രാക്ട് ചെയ്തിട്ടാണെങ്കിൽ അതൊരു സൈൻ മാറിപ്പോയാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് മാറിപ്പോകും അല്ലേ. ഇതാണ് ലോജിക്കൽ എറർ. അതായത് ഇപ്പൊ നമ്മളൊരു ഈവൻ നമ്പർ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതി കഴിഞ്ഞ് നമുക്ക് കിട്ടിയത് ഓഡ് നമ്പർ ആണ്. ആ നോട്ട് ഈക്വൽ ടു മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇതാണ് ലോജിക്കലിൽ വരുന്ന എറർ. ഇനി റൺ ടൈം എററിൽ വരുന്നതാണ് എക്സെപ്ഷൻസ്, യൂസർ വരുത്താവുന്ന എറേഴ്സ്. ഈ ആദ്യം പറഞ്ഞ രണ്ട് എറർ, ലോജിക്കൽ എററും സിന്റാക്സ് എററും ഡെവലപ്പർ വരുത്തുന്നതാണ്, ആ കോഡ് എഴുതുന്ന ആൾ വരുത്തുന്നതാണ്. ഇനി എക്സെപ്ഷൻസ് വരാം, അത് യൂസ് ചെയ്യുന്ന ആൾ, നമ്മുടെ പ്രൊജക്ട് യൂസ് ചെയ്യുന്ന യൂസർ വരുത്തുന്ന എറേഴ്സ് ആണ് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ എക്സെപ്റ്റ് ബ്ലോക്കുകൾ അതിനെ എഴുതി കൊടുത്താൽ മതി. അതായത് നമ്മൾ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് തന്നെ ട്രൈ എക്സെപ്റ്റ് ബ്ലോക്കിൽ എറർ വരാൻ ചാൻസസ് ഉള്ള കോഡിനെ ട്രൈ ബ്ലോക്കിന്റെ അകത്തും, എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് എക്സെപ്റ്റ് ബ്ലോക്കിലും കൊടുത്താൽ മതി. ഇനി എക്സെപ്ഷൻസ് തന്നെ ഒരുപാട് ബിൽറ്റ് ഇൻ എക്സെപ്ഷൻസ് ഉണ്ട്. വാല്യൂ എറർ ഉണ്ട്, സീറോ ഡിവിഷൻ എറർ ഉണ്ട്. ഇപ്പൊ നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സീറോ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ യൂസർ എന്ത് ഇൻപുട്ട് വേണമെങ്കിലും കൊടുക്കാം അല്ലെ. നമ്മൾ എഴുതുന്ന പ്രൊജക്ടിന് യൂസർ ഉള്ള ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അയാൾ 10/0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പ്രൊജക്ട് നിന്ന് പോകരുത്. അപ്പൊ സീറോ ഡിവിഷൻ എറർ ആണ് അവിടെ വർക്ക് ആവുന്നത്. അപ്പൊ എറർ വന്നു കഴിഞ്ഞാൽ എന്താണ് മെസ്സേജ് വരേണ്ടത് നമ്മൾ എക്സെപ്റ്റ് ബ്ലോക്കിൽ എഴുതി കൊടുക്കണം. അതേപോലെയാണ് വാല്യൂ എറർ. കാൽക്കുലേറ്ററിന്റെ പ്രൊജക്ട് തന്നെ നോക്കാം. നമ്മൾ 1 2 3 ആണ് ആഡ് ചെയ്യേണ്ടത്, അതിന് പകരം അവർ ABCD ടൈപ്പ് ചെയ്തേക്കാം. യൂസറിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ വാല്യൂ എറർ വരും. അപ്പോൾ വാല്യൂ എറർ വന്നു കഴിഞ്ഞാൽ എന്ത് വരണം എന്നുള്ളത്, എന്താണ് ടെർമിനലിൽ പ്രിന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണ് യൂസറിന് കാണേണ്ടത് എന്നുള്ളത് എക്സെപ്റ്റ് ബ്ലോക്കിൽ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ട്രൈ എക്സെപ്റ്റ് ബ്ലോക്കിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതാണ് 3 ടൈപ്പ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ.